ഭഗവാൻ കൃഷ്ണന്റെ വരവ്. ഒരിക്കൽ യഥാർത്ഥത്തിൽ രാക്ഷസന്മാരും എന്നാൽ രാജകീയ ക്രമമായി സ്വയം അവതരിക്കുന്നതുമായ വിവിധ രാജാക്കന്മാരുടെ അനാവശ്യ പ്രതിരോധ ശക്തിയാൽ ലോകം അമിതഭാരം ചെലുത്തി. ആ സമയത്ത് ലോകം മുഴുവൻ പ്രക്ഷുബ്ധമായി. ഭൂമി എന്നറിയപ്പെടുന്ന ഈ ഭൂമിയുടെ ദേവത അസുരരാജാക്കന്മാർ മൂലമുണ്ടായ വിപത്തുകൾ അറിയിക്കാൻ ബ്രഹ്മദേവനെ കാണാൻ പോയി. ഭൂമി ഒരു പശുവിന്റെ രൂപം ധരിച്ച് കണ്ണുനീരോടെ ബ്രഹ്മാവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ ഭൂമിയുടെ ആപത്കരമായ സ്ഥിതി വിവരിച്ചു. ഇത് കേട്ടപ്പോൾ ബ്രഹ്മാവ് വളരെ അസ്വസ്ഥനായി. അവൻ ഉടൻ തന്നെ വിഷ്ണു വസിക്കുന്ന പാൽ സമുദ്രത്തിലേക്ക് പോയി. പരമശിവന്റെ നേതൃത്വത്തിലുള്ള എല്ലാ ദേവന്മാരും ബ്രഹ്മദേവനെ അനുഗമിച്ചു. ഭൂമിയും അനുഗമിച്ചു. ക്ഷീരസമുദ്രത്തിന്റെ തീരത്തെത്തിയ ബ്രഹ്മാവ് പന്നിയുടെ അതീന്ദ്രിയ രൂപം ധരിച്ച് ഭൂമിയെ രക്ഷിച്ച വിഷ്ണുവിനെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. വേദമന്ത്രങ്ങളിൽ പുരുഷസൂക്തം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേകതരം പ്രാർത്ഥനയുണ്ട്. സാധാരണയായി പുരുഷസൂക്തം ജപിച്ചുകൊണ്ട് ദേവതകൾ പരമപുരുഷനായ വിഷ്ണുവിന് പ്രണാമം അർപ്പിക്കുന്നു. എല്ലാ ഗ്രഹങ്ങളുടെയും അധിപനായ ദേവന് തന്റെ ഗ്രഹത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോഴെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ പരമാധികാരിയായ ബ്രഹ്മത്തെ കാണാൻ കഴിയുമെന്ന് ഇവിടെ മനസ്സിലാക്കുന്നു. ബ്രഹ്മാവിന് പരമാത്മാവായ വിഷ്ണുവിന് സമീപിക്കാൻ കഴിയും. ഈ പ്രപഞ്ചത്തിനുള്ളിൽ ശ്വേതദ്വീപ് എന്നൊരു ഗ്രഹമുണ്ട്. ആ ഗ്രഹത്തിൽ പാൽ സമുദ്രമുണ്ട്. ഈ ഗ്രഹത്തിൽ ഉപ്പുവെള്ളത്തിന്റെ സമുദ്രമുള്ളതുപോലെ മറ്റ് ഗ്രഹങ്ങളിൽ പലതരം സമുദ്രങ്ങളുണ്ടെന്ന് വിവിധ വേദസാഹിത്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. പരമപുരുഷനായ ക്ഷീരോദകശായി വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ ദേവന്മാർ ചൊല്ലുന്ന സാധാരണ പ്രാർത്ഥനയാണ് പുരുഷസൂക്തം. അവൻ ക്ഷീരസമുദ്രത്തിൽ കിടക്കുന്നതിനാൽ അവനെ ക്ഷീരോദകശായി വിഷ്ണു എന്ന് വിളിക്കുന്നു. ഈ പ്രപഞ്ചത്തിനുള്ളിലെ എല്ലാ അവതാരങ്ങളും പ്രത്യക്ഷപ്പെടുന്ന പരമപുരുഷന്റെ രൂപമാണ് അദ്ദേഹം. എല്ലാ ദേവന്മാരും പരമപുരുഷനായ പരമപുരുഷനോട് പുരുഷസൂക്ത പ്രാർത്ഥന അർപ്പിച്ചതിനുശേഷം അവർ പ്രത്യക്ഷത്തിൽ പ്രതികരണമൊന്നും കേട്ടില്ല. അപ്പോൾ ബ്രഹ്മാവ് വ്യക്തിപരമായി ധ്യാനത്തിലിരുന്നു. ഭഗവാൻ വിഷ്ണുവിൽ നിന്ന് ബ്രഹ്മത്തിലേക്ക് ഒരു സന്ദേശം കൈമാറി. തുടർന്ന് ബ്രഹ്മാവ് ദേവതകൾക്ക് സന്ദേശം നൽകി. അതാണ് വേദജ്ഞാനം സ്വീകരിക്കുന്ന സമ്പ്രദായം. വേദജ്ഞാനം ആദ്യം ബ്രഹ്മാവ് പരമപുരുഷനിൽ നിന്ന് ഹൃദയം എന്ന മാധ്യമത്തിലൂടെ സ്വീകരിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തേനേ ബ്രഹ്മ ഹൃദയ ആദി കവയെ, വേദങ്ങളുടെ അതീന്ദ്രിയമായ അറിവ് ഹൃദയത്തിലൂടെ ഭഗവാൻ ബ്രഹ്മാവിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇവിടെയും അതേ രീതിയിൽ ഭഗവാൻ വിഷ്ണു കൈമാറിയ സന്ദേശം മനസ്സിലാക്കാൻ ബ്രഹ്മാവിന് മാത്രമേ കഴിയൂ. അദ്ദേഹം അത് ദേവന്മാർക്ക് അവരുടെ അടിയന്തര നടപടിക്കായി പ്രക്ഷേപണം ചെയ്തു. സന്ദേശം ഇതായിരുന്നു: പരമപുരുഷനായ പരമപുരുഷൻ തന്റെ പരമമായ ശക്തികളോടൊപ്പം ഭൂമിയിൽ വളരെ വേഗം പ്രത്യക്ഷപ്പെടും. അസുരന്മാരെ ഉന്മൂലനം ചെയ്യാനും ഭക്തരെ സ്ഥാപിക്കാനുമുള്ള തന്റെ ദൗത്യം നിർവഹിക്കാൻ അവൻ ഭൂഗ്രഹത്തിൽ നിലകൊള്ളുന്നിടത്തോളം കാലം ദേവതകൾ അവനെ സഹായിക്കാൻ അവിടെ തുടരുക. അവരെല്ലാം യദുവംശത്തിന്റെ കുടുംബത്തിൽ ഉടനടി ജനിക്കണം. തക്കസമയത്ത് ഭഗവാനും പ്രത്യക്ഷപ്പെടും. പരമപുരുഷനായ കൃഷ്ണൻ വ്യക്തിപരമായി വസുദേവന്റെ പുത്രനായി അവതരിക്കും. അവന്റെ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് എല്ലാ ദേവതകളും അവരുടെ ഭാര്യമാരോടൊപ്പം ദൗത്യം നിർവഹിക്കുന്നതിൽ സഹായിക്കുന്നതിനായി ലോകത്തിലെ വിവിധ ഭക്തകുടുംബങ്ങളിൽ പ്രത്യക്ഷപ്പെടണം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കൃത്യമായ പദം തത്പ്രിയാർത്ഥമെന്നാണ്. അതായത് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ദേവന്മാർ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ മാത്രം ജീവിക്കുന്ന ഏതൊരു ജീവിയും ഒരു ദേവതയാണ്. ദശലക്ഷക്കണക്കിന് ഓടുകൾ നീട്ടി പ്രപഞ്ചഗ്രഹങ്ങളെ പരിപാലിക്കുന്ന കൃഷ്ണന്റെ പൂർണ്ണഭാഗമായ അനന്തനും ഭഗവാൻ കൃഷ്ണന്റെ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുമെന്ന് ദേവതകളെ കൂടുതൽ അറിയിച്ചു. ഉപാധികളുള്ള എല്ലാ ആത്മാക്കളെയും ആകർഷിക്കുന്ന വിഷ്ണുവിന്റെ മായ ബാഹ്യശക്തിയും ഭഗവാന്റെ ആജ്ഞയാൽ അവന്റെ ഉദ്ദേശ്യം നിറവേറ്റുന്നതിനായി പ്രത്യക്ഷപ്പെടുമെന്നും അവർ അറിയിച്ചു. എല്ലാ ദേവതകളെയും ഭൂമിയെയും മധുരവാക്കുകളാൽ ഉപദേശിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്ത ശേഷം എല്ലാ പ്രജാപതികളുടെയും പിതാവായ അല്ലെങ്കിൽ സാർവത്രിക ജനസംഖ്യയുടെ പൂർവികനായ ഭഗവാൻ ബ്രഹ്മാവ് തന്റെ സ്വന്തം വാസസ്ഥലമായ ബ്രഹ്മലോകത്തിലേക്ക് പുറപ്പെട്ടു. യദു രാജവംശത്തിന്റെ നേതാവായ ശൂരസേനൻ രാജാവ് മധുര എന്നറിയപ്പെടുന്ന രാജ്യം ഭരിച്ചു. അതിൽ മധുര നഗരം സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരിലുള്ള ശൂരസേന എന്നറിയപ്പെടുന്ന ജില്ലയും. ശൂരസേന രാജാവിന്റെ ഭരണത്തിന്റെ ഫലമായി മധുര എല്ലാ യദു രാജാക്കന്മാരുടെയും തലസ്ഥാന നഗരമായി മാറി. മധുരയെ യദുവംശത്തിലെ രാജാക്കന്മാരുടെ തലസ്ഥാനമാക്കി മാറ്റിയത് യദുക്കൾ വളരെ ഭക്തിയുള്ള ഒരു കുടുംബമായിരുന്നതിനാലും ദ്വാരകയിൽ വസിക്കുന്നതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ നിത്യമായി വസിക്കുന്ന സ്ഥലമാണ് മധുരയെന്നും അവർക്കറിയാമായിരുന്നു. ഒരിക്കൽ ശൂരസേനന്റെ പുത്രനായ വസുദേവൻ ദേവകിയെ വിവാഹം കഴിച്ചതിനുശേഷം നവവധുവായ ഭാര്യയുമായി രഥത്തിൽ വീട്ടിലേക്ക് പോകുകയായിരുന്നു. ദേവക എന്നറിയപ്പെടുന്ന ദേവകിയുടെ പിതാവ് തന്റെ മകളോട് വളരെ വാത്സല്യമുള്ളതിനാൽ മതിയായ സ്ത്രീധനം സംഭാവന ചെയ്തിരുന്നു. പൂർണ്ണമായും സ്വർണ്ണ ഉപകരണങ്ങളാൽ അലങ്കരിച്ച നൂറുകണക്കിന് രഥങ്ങൾ അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഉഗ്രസേനന്റെ പുത്രനായ കംസൻ തന്റെ സഹോദരിയായ ദേവകിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സ്വമേധയാ വസുദേവന്റെ രഥത്തിന്റെ കുതിരകളുടെ കടിഞ്ഞാണ് എടുത്ത് ഓടിച്ചുകൊണ്ടിരുന്നു. വൈദിക നാഗരികതയുടെ ആചാരമനുസരിച്ച് ഒരു പെൺകുട്ടി വിവാഹിതയായാൽ സഹോദരൻ സഹോദരിയെയും അളിയനെയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പുതുതായി വിവാഹിതയായ പെൺകുട്ടിക്ക് അവളുടെ പിതാവിന്റെ കുടുംബത്തിൽ നിന്ന് വളരെയധികം വേർപിരിയൽ അനുഭവപ്പെടാമെന്നതിനാൽ അവൾ അവളുടെ അമ്മായിയപ്പന്റെ വീട്ടിലെത്തുന്നതുവരെ സഹോദരൻ അവളോടൊപ്പം പോകുന്നു.
ദേവക സംഭാവന ചെയ്ത സ്ത്രീധനം ഇപ്രകാരമായിരുന്നു: 400 ആനകൾ സ്വർണ്ണമാലകളാൽ അലങ്കരിച്ചിരിക്കുന്നു, 15,000 അലങ്കരിച്ച കുതിരകൾ, 1800 രഥങ്ങൾ. തന്റെ മകളെ പിന്തുടരാൻ 200 സുന്ദരികളായ പെൺകുട്ടികളെ അദ്ദേഹം ക്രമീകരിച്ചു. വധുവും വരനും രഥത്തിൽ കടന്നുപോകുമ്പോൾ ശുഭമുഹൂർത്തം സൂചിപ്പിക്കാൻ വിവിധതരം വാദ്യോപകരണങ്ങൾ മുഴങ്ങി. ഘോഷയാത്ര വളരെ മനോഹരമായി കടന്നുപോയി. കംസൻ രഥം ഓടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആകാശത്തുനിന്ന് ഒരു അത്ഭുതകരമായ ശബ്ദം പ്രകമ്പനം കൊള്ളിച്ചു. അത് പ്രത്യേകിച്ച് കംസനോട് പ്രഖ്യാപിച്ചു: കംസ, നീ ഒരു വിഡ്ഢിയാണ്. നിങ്ങളുടെ സഹോദരിയുടെയും അളിയന്റെയും രഥം നിങ്ങൾ ഓടിക്കുന്നു. പക്ഷേ ഈ സഹോദരിയുടെ 8ാമത്തെ കുട്ടി നിങ്ങളെ കൊല്ലുമെന്ന് നിങ്ങൾക്കറിയില്ല. ഭോജവംശത്തിലെ ഉഗ്രസേനന്റെ മകനാണ് കംസൻ. ഭോജവംശത്തിലെ എല്ലാ രാജാക്കന്മാരിലും ഏറ്റവും അസുരനായിരുന്നു കംസൻ എന്ന് പറയപ്പെടുന്നു. ആകാശത്തുനിന്ന് പ്രവചനം കേട്ടയുടനെ അവൻ ദേവകിയുടെ മുടിയിൽ പിടിച്ചു വാളുകൊണ്ട് അവളെ കൊല്ലാൻ ഒരുങ്ങുകയായിരുന്നു. കംസന്റെ പെരുമാറ്റത്തിൽ വസുദേവൻ ആശ്ചര്യപ്പെട്ടു. അവൻ വലിയ കാരണങ്ങളോടും തെളിവുകളോടും കൂടി ഇപ്രകാരം സംസാരിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു: എന്റെ പ്രിയ സഹോദരി ഭർത്താവ് കംസ, നീ ഭോജവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവാണ്. നീ ഏറ്റവും വലിയ യോദ്ധാവും വീരനായ രാജാവുമാണെന്ന് ജനങ്ങൾക്കറിയാം. നിങ്ങളുടെ സ്വന്തം സഹോദരിയായ ഒരു സ്ത്രീയെ അവളുടെ വിവാഹത്തിന്റെ ഈ ശുഭമുഹൂർത്തത്തിൽ കൊല്ലാൻ നിങ്ങൾ തയ്യാറെടുക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ പ്രകോപിതനാകുന്നത്? എന്തിന് മരണത്തെ ഇത്രയധികം ഭയപ്പെടണം? നിങ്ങളുടെ ജനനത്തോടൊപ്പം മരണവും ഇതിനകം ജനിക്കുന്നു. നിങ്ങൾ ജനിച്ച ദിവസം മുതൽ നിങ്ങൾ മരിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് 25 വയസ്സ് പ്രായമുണ്ടെന്ന് കരുതുക. അതിനർത്ഥം നിങ്ങൾ ഇതിനകം 25 വർഷമായി മരിച്ചു എന്നാണ്. ഓരോ നിമിഷവും നിങ്ങൾ മരിക്കുകയാണ്. പിന്നെ എന്തിന് മരണത്തെ ഇത്രയധികം ഭയപ്പെടണം? അന്തിമ മരണം അനിവാര്യമാണ്. ഒന്നുകിൽ ഇന്നോ 100 വർഷത്തിനകം നിങ്ങൾ മരിച്ചേക്കാം. നിങ്ങൾക്ക് മരണം ഒഴിവാക്കാൻ കഴിയില്ല. എന്തിന് ഇത്ര പേടിക്കണം? യഥാർത്ഥത്തിൽ മരണം എന്നാൽ ഇപ്പോഴത്തെ ശരീരത്തിന്റെ ഉന്മൂലനം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇപ്പോഴത്തെ ശരീരം പ്രവർത്തനം നിർത്തി ഭൗതിക പ്രകൃതിയുടെ പഞ്ചഭൂതങ്ങളുമായി കലരുമ്പോൾ ശരീരത്തിനുള്ളിലെ ജീവാത്മാവ് അവന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും അനുസരിച്ച് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നു. ഒരു മനുഷ്യൻ തെരുവിലൂടെ നടക്കുമ്പോൾ അതുപോലെയാണ്. അവൻ തന്റെ കാൽ മുന്നോട്ട് വയ്ക്കുന്നു. തന്റെ കാൽ ഉറച്ചു നിലത്ത് സ്ഥിതി ചെയ്യുന്നുവെന്ന ആത്മവിശ്വാസത്തിൽ അവൻ മറ്റേ കാൽ ഉയർത്തുന്നു. ഇങ്ങനെ ശരീരങ്ങൾ ഒന്നിനുപുറകെ ഒന്നായി മാറുകയും ആത്മാവ് മാറുകയും ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആജ്ഞയിൽ തളർന്നുപോകരുതെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അങ്ങനെ വസുദേവൻ തന്റെ പുതുതായി വിവാഹം കഴിച്ച സഹോദരിയോട് അസൂയപ്പെടരുതെന്ന് കംസനോട് അഭ്യർത്ഥിച്ചു. ഒരാൾ ആരോടും അസൂയപ്പെടരുത്. കാരണം ഇഹലോകത്തും പരലോകത്തും ഒരാൾ യമരാജന്റെ മരണാനന്തര ശിക്ഷയുടെ അധിപൻ മുമ്പിലായിരിക്കുമ്പോൾ അസൂയയാണ് ഭയത്തിന് കാരണം. ദേവകി തന്റെ അനുജത്തിയാണെന്ന് പറഞ്ഞ് വസുദേവൻ കംസനോട് അപേക്ഷിച്ചു. വിവാഹസമയത്ത് ഒരു ശുഭമുഹൂർത്തത്തിൽ അദ്ദേഹം അപേക്ഷിച്ചു: ഒരു ഇളയ സഹോദരിയോ സഹോദരനോ ഒരാളുടെ കുട്ടിയായി സംരക്ഷിക്കപ്പെടണം. ആ സ്ഥാനം മൊത്തത്തിൽ വളരെ സൂക്ഷ്മമാണ്. വാസുദേവൻ ന്യായവാദം ചെയ്തു: നിങ്ങൾ അവളെ കൊന്നാൽ അത് നിങ്ങളുടെ ഉയർന്ന പ്രശസ്തിക്ക് എതിരാകും. ഈ രീതിയിൽ വാസുദേവൻ കംസനെ നല്ല ഉപദേശത്തിലൂടെയും തത്വശാസ്ത്രപരമായ വിവേചനത്തിലൂടെയും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ കംസൻ പൈശാചികമായതിനാൽ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. പൈശാചികമായ സഹവാസം കാരണം വളരെ ഉയർന്ന രാജകുടുംബത്തിൽ ജനിച്ചെങ്കിലും അദ്ദേഹം ഒരു അസുരനായിരുന്നു. ഒരു ഭൂതം ഒരിക്കലും ഒരു നല്ല ഉപദേശവും ശ്രദ്ധിക്കുന്നില്ല. അവൻ നിശ്ചയദാർഢ്യമുള്ള ഒരു കള്ളനെപ്പോലെയാണ്. ഒരാൾക്ക് അദ്ദേഹത്തിന് ധാർമ്മിക നിർദ്ദേശം നൽകാം, പക്ഷേ അത് ഫലപ്രദമാകില്ല. അതുപോലെ സ്വഭാവത്താൽ പൈശാചികമോ നിരീശ്വരവാദിയോ ആയവർക്ക് ഒരു നല്ല പ്രബോധനവും അംഗീകരിക്കാൻ കഴിയില്ല, അത് എത്ര അംഗീകൃതമാണെങ്കിലും. അതാണ് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള വ്യത്യാസം. നല്ല ഉപദേശം സ്വീകരിച്ച് അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുന്നവരെ ദേവതകൾ എന്നും നല്ല ഉപദേശം സ്വീകരിക്കാൻ കഴിയാത്തവരെ അസുരന്മാർ എന്നും വിളിക്കുന്നു. കംസനെ സമാധാനിപ്പിക്കാനുള്ള തന്റെ ശ്രമത്തിൽ പരാജയപ്പെട്ട വസുദേവൻ തന്റെ ഭാര്യയായ ദേവകിയെ എങ്ങനെ സംരക്ഷിക്കുമെന്ന് ആശ്ചര്യപ്പെട്ടു. ആസന്നമായ അപകടമുണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമാനായ വ്യക്തി കഴിയുന്നത്ര അപകടകരമായ സ്ഥാനം ഒഴിവാക്കാൻ ശ്രമിക്കണം. എന്നാൽ എല്ലാ ബുദ്ധിശക്തികളും ശ്രമിച്ചിട്ടും അപകടകരമായ സ്ഥാനം ഒഴിവാക്കാൻ ഒരാൾ പരാജയപ്പെട്ടാൽ അവന്റെ ഭാഗത്ത് തെറ്റില്ല. ഒരാൾ തന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ പരമാവധി ശ്രമിക്കണം, പക്ഷേ ശ്രമം പരാജയപ്പെട്ടാൽ അയാൾ തെറ്റുകാരനല്ല. വസുദേവൻ തന്റെ ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു: ഇന്നത്തേക്ക് ഞാൻ ദേവകിയുടെ ജീവൻ രക്ഷിക്കട്ടെ, പിന്നീട് കുട്ടികളുണ്ടെങ്കിൽ അവരെ എങ്ങനെ രക്ഷിക്കാമെന്ന് ഞാൻ നോക്കാം. അദ്ദേഹം തുടർന്നു ചിന്തിച്ചു: കംസനെ കൊല്ലാൻ കഴിയുന്ന ഒരു കുട്ടിയെ ഭാവിയിൽ എനിക്ക് ലഭിച്ചാൽ കംസൻ ചിന്തിക്കുന്നതുപോലെ നിയമം അചിന്തനീയമായതിനാൽ ദേവകിയും കുട്ടിയും രക്ഷിക്കപ്പെടും. എന്നാൽ ഇനി ഏതെങ്കിലും വിധത്തിൽ ദേവകിയുടെ ജീവൻ ഞാൻ രക്ഷിക്കട്ടെ. വസുദേവൻ തന്റെ ഭാര്യയെ എങ്ങനെ രക്ഷിക്കണമെന്ന് ആലോചിച്ച ശേഷം കംസനോട് വളരെ ബഹുമാനത്തോടെ സംസാരിക്കാൻ തുടങ്ങി. കംസൻ ഏറ്റവും പാപിയായ പുരുഷനാണെങ്കിലും ചിലപ്പോൾ വസുദേവനെപ്പോലെയുള്ള ഏറ്റവും സദ്ഗുണസമ്പന്നനായ ഒരാൾക്ക് കംസനെപ്പോലെയുള്ള ഒരു വ്യക്തിയെ മുഖസ്തുതിപ്പെടുത്തേണ്ടിവരുന്നു. അത്യധികം ദുഷ്ടനായ വ്യക്തി. എല്ലാ നയതന്ത്ര ഇടപാടുകളുടെയും രീതി അതാണ്. വസുദേവൻ അഗാധമായി വിഷമിച്ചെങ്കിലും അവൻ പുറത്തേക്ക് പുഞ്ചിരിച്ചു. നാണം കെട്ട കംസനെ അവൻ അങ്ങനെ അഭിസംബോധന ചെയ്തത് അവൻ വളരെ ക്രൂരനായതുകൊണ്ടാണ്.
വസുദേവൻ കംസനോട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു അപകടവുമില്ലെന്ന് ദയവായി കരുതുക. നിങ്ങൾ ആകാശത്ത് ഒരു പ്രവചന ശബ്ദം കേട്ടതിനാൽ എന്തെങ്കിലും അപകടം കാത്തിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഇല്ലാത്ത നിങ്ങളുടെ സഹോദരിയുടെ മക്കളിൽ നിന്നാണ് അപകടം വരുന്നത്. പിന്നെ ആർക്കറിയാം, ഭാവിയിൽ പുത്രന്മാർ ഉണ്ടാകാം അല്ലെങ്കിൽ ഉണ്ടാകില്ല. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ സുരക്ഷിതരാണ്. നിങ്ങളുടെ സഹോദരിയിൽ നിന്ന് ഭയത്തിനൊരു കാരണവുമില്ല. അവളിൽ നിന്ന് ആൺമക്കൾ ജനിക്കുന്നുണ്ടെങ്കിൽ ആവശ്യമായ നടപടികൾക്കായി അവരെയെല്ലാം നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. വാസുദേവന്റെ ബഹുമാന വാക്കിന്റെ മൂല്യം കംസന് അറിയാമായിരുന്നു. അവന്റെ വാദത്തിൽ അയാൾക്ക് ബോധ്യപ്പെട്ടു. തൽക്കാലം തന്റെ സഹോദരിയുടെ ക്രൂരമായ കൊലപാതകത്തിൽ നിന്ന് അയാൾ ഒഴിഞ്ഞുമാറി. അങ്ങനെ വസുദേവൻ സന്തോഷിക്കുകയും കംസന്റെ തീരുമാനത്തെ പ്രശംസിക്കുകയും ചെയ്തു. ഈ രീതിയിൽ അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി. അതിനുശേഷം ഓരോ വർഷവും കൃത്യസമയത്ത് ദേവകി ഒരു കുഞ്ഞിന് ജന്മം നൽകി. അങ്ങനെ അവൾ 8 ആൺമക്കൾക്കും ഒരു മകൾക്കും ജന്മം നൽകി. ആദ്യത്തെ പുത്രൻ ജനിച്ചപ്പോൾ വസുദേവൻ തന്റെ വാക്ക് പാലിക്കുകയും ഉടൻ തന്നെ കുട്ടിയെ കംസന്റെ മുമ്പിൽ കൊണ്ടുവന്നു. നവജാത ശിശുവിനെ ഏൽപ്പിക്കുന്നത് വസുദേവന് വളരെ വേദനാജനകമായിരുന്നെങ്കിലും കംസൻ അവനെ സ്വീകരിച്ചതിൽ വളരെ സന്തോഷിച്ചു. പക്ഷേ വസുദേവന്റെ പെരുമാറ്റത്തിൽ അയാൾ അല്പം അനുകമ്പയുള്ളവനായി. ഈ സംഭവം വളരെ മാതൃകാപരമാണ്. വാസുദേവനെപ്പോലുള്ള ഒരു മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഒരുവന്റെ കടമ നിർവഹിക്കുമ്പോൾ വേദനാജനകമായി ഒന്നും തന്നെയില്ല. വാസുദേവനെപ്പോലെയുള്ള ഒരു പണ്ഡിതൻ തന്റെ കർത്തവ്യങ്ങൾ മടികൂടാതെ നിർവഹിക്കുന്നു. മറുവശത്ത് കംസനെപ്പോലുള്ള ഒരു അസുരൻ ഏത് മ്ലേച്ഛമായ പ്രവൃത്തി ചെയ്യാനും ഒരിക്കലും മടിക്കുന്നില്ല. അതിനാൽ ഒരു സന്യാസിക്ക് എല്ലാത്തരം ദയനീയമായ ജീവിത സാഹചര്യങ്ങളും സഹിക്കാൻ കഴിയും. ഒരു പണ്ഡിതന് അനുകൂല സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാതെ തന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ കഴിയും. കംസനെപ്പോലെ ഒരു നീചനായ വ്യക്തിക്ക് ഏത് പാപകരമായ വിധത്തിലും പ്രവർത്തിക്കാൻ കഴിയും. ഒരു ഭക്തനെല്ലാം ത്യജിക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. വസുദേവന്റെ കർമ്മത്താൽ കംസൻ സംതൃപ്തനായി. വാസുദേവൻ തന്റെ വാക്ക് പാലിക്കുന്നത് കണ്ട് അയാൾ ആശ്ചര്യപ്പെട്ടു. അവനോട് അനുകമ്പയും സംതൃപ്തിയും പ്രകടിപ്പിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, എന്റെ പ്രിയപ്പെട്ട വാസുദേവ, ഈ കുട്ടിയെ നീ എനിക്ക് സമ്മാനിക്കേണ്ടതില്ല. ഈ കുട്ടിയിൽ നിന്ന് എനിക്ക് അപകടമില്ല. നിനക്കും ദേവകിക്കും ജനിച്ച 8ാമത്തെ കുട്ടി എന്നെ കൊല്ലുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എന്തിന് ഈ കുട്ടിയെ അനാവശ്യമായി സ്വീകരിക്കണം? നിങ്ങൾക്ക് അവനെ തിരികെ കൊണ്ടുപോകാം. വസുദേവൻ തന്റെ കടിഞ്ഞൂലുമായി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കംസന്റെ പെരുമാറ്റത്തിൽ സന്തുഷ്ടനാണെങ്കിലും കംസൻ അനിയന്ത്രിതമാണെന്ന് അറിഞ്ഞതിനാൽ അവനിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു നിരീശ്വരവാദിക്ക് തന്റെ ബഹുമാനത്തിന്റെ വാക്കിൽ ഉറച്ചുനിൽക്കാനാവില്ല. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാൾക്ക് തന്റെ നിശ്ചയദാർഢ്യത്തിൽ ഉറച്ചുനിൽക്കാനാവില്ല. മഹാനായ രാഷ്ട്രീയക്കാരനായ ചാണക്യപണ്ഡിത പറഞ്ഞു, ഒരു നയതന്ത്രജ്ഞനെയോ സ്ത്രീയെയോ ഒരിക്കലും വിശ്വസിക്കരുത്. അനിയന്ത്രിതമായ ഇന്ദ്രിയ സംതൃപ്തിക്ക് ആസക്തരായവർക്ക് ഒരിക്കലും സത്യസന്ധരാകാൻ കഴിയില്ല. ഒരു വിശ്വാസത്തിലും അവരെ വിശ്വസിക്കാൻ കഴിയില്ല. ആ സമയത്ത് മഹാമുനി നാരദൻ കംസന്റെ അടുത്തെത്തി. കംസൻ വസുദേവനോട് അനുകമ്പയുള്ളവനാവുന്നതും തന്റെ ആദ്യജാതനെ തിരികെ നൽകുന്നതും അദ്ദേഹത്തെ അറിയിച്ചു. എത്രയും വേഗം കൃഷ്ണന്റെ ഇറക്കം ത്വരിതപ്പെടുത്താൻ നാരദൻ വളരെ ഉത്സുകനായിരുന്നു. അതിനാൽ വൃന്ദാവനത്തിലെ നന്ദമഹാരാജാവ്, മറ്റെല്ലാ ഗോപാലകരും അവരുടെ ഭാര്യമാരും, മറുവശത്ത് വസുദേവൻ, അവന്റെ പിതാവ് ശുരസേനൻ, യദുവംശത്തിലെ വൃഷ്ണിയുടെ കുടുംബത്തിൽ ജനിച്ച എല്ലാ ബന്ധുക്കളും, അവരുടെ എല്ലാവരുമായും അദ്ദേഹം കംസനെ അറിയിച്ചു. സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളും യഥാർത്ഥത്തിൽ ദേവതകളായിരുന്നു. കംസനും അവന്റെ സുഹൃത്തുക്കളും ഉപദേശകരുമെല്ലാം രാക്ഷസന്മാരായതിനാൽ അവരെ സൂക്ഷിക്കാൻ നാരദൻ കംസന് മുന്നറിയിപ്പ് നൽകി. അസുരന്മാർ എപ്പോഴും ദേവന്മാരെ ഭയപ്പെടുന്നു. വിവിധ കുടുംബങ്ങളിൽ ദേവന്മാർ പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച് നാരദൻ അറിയിച്ചപ്പോൾ കംസൻ പെട്ടെന്ന് പരിഭ്രാന്തനായി. ദേവന്മാർ ഇതിനകം പ്രത്യക്ഷപ്പെട്ടതിനാൽ ഭഗവാൻ വിഷ്ണു ഉടൻ വരുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അയാൾ ഉടനെ തന്റെ ഭാര്യാസഹോദരന്മാരായ വസുദേവനെയും ദേവകിയെയും അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. തടവറയ്ക്കുള്ളിൽ ഇരുമ്പ് ചങ്ങലയിൽ ബന്ധിപ്പിച്ച് വസുദേവനും ദേവകിയും വർഷം തോറും ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ഓരോ ശിശുക്കളെയും വിഷ്ണുവിന്റെ അവതാരമാണെന്ന് കരുതി കംസൻ അവരെ ഒന്നിനുപുറകെ ഒന്നായി കൊന്നു. 8ാമത്തെ കുട്ടിയെ അവൻ പ്രത്യേകിച്ച് ഭയപ്പെട്ടിരുന്നു. എന്നാൽ നാരദന്റെ സന്ദർശനത്തിനുശേഷം ഏതൊരു കുട്ടിയും കൃഷ്ണനായിരിക്കാമെന്ന നിഗമനത്തിലെത്തി. അതുകൊണ്ട് ദേവകിയിൽ നിന്നും വസുദേവനിൽ നിന്നും ജനിച്ച എല്ലാ ശിശുക്കളെയും കൊല്ലുന്നതാണ് നല്ലത്. കംസന്റെ ഈ പ്രവൃത്തി മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ലോകചരിത്രത്തിൽ രാജകീയ ക്രമത്തിലുള്ള വ്യക്തികൾ തങ്ങളുടെ അഭിലാഷ സംതൃപ്തിക്ക് വേണ്ടി പിതാവിനെയോ സഹോദരനെയോ കുടുംബത്തെയും സുഹൃത്തുക്കളെയും മുഴുവൻ കൊന്നൊടുക്കിയ നിരവധി സംഭവങ്ങൾ ലോകചരിത്രത്തിലുണ്ട്. ഇതിൽ അതിശയിക്കാനൊന്നുമില്ല. കാരണം പൈശാചിക, അത്യാഗ്രഹികളായ രാജകീയ ക്രമത്തിലെ അംഗങ്ങൾക്ക് അവരുടെ നീചമായ അഭിലാഷങ്ങൾക്കായി ആരെയും കൊല്ലാൻ കഴിയും. നാരദന്റെ കൃപയാൽ കംസൻ തന്റെ മുൻജന്മത്തെക്കുറിച്ച് ബോധവാന്മാരായി. തന്റെ മുൻജന്മത്തിൽ താൻ കാലനേമി എന്ന അസുരനായിരുന്നുവെന്നും വിഷ്ണുവാൽ വധിക്കപ്പെട്ടുവെന്നും അദ്ദേഹം മനസ്സിലാക്കി. ഇപ്പോൾ ഭോജ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം യദുവംശത്തിന്റെ മാരകശത്രുവായിത്തീരാൻ തീരുമാനിച്ചു. കൃഷ്ണൻ ആ കുടുംബത്തിൽ ജനിക്കാൻ പോകുകയായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ താൻ കൊല്ലപ്പെട്ടതുപോലെ തന്നെ കൃഷ്ണനാൽ കൊല്ലപ്പെടുമോ എന്ന് കംസൻ ഭയപ്പെട്ടു. യദു, ഭോജ, അന്തക രാജവംശങ്ങളിലെ പ്രധാന രാജാവായതിനാൽ അവൻ ആദ്യം തന്റെ പിതാവായ ഉഗ്രസേനനെ തടവിലാക്കി.
കൂടാതെ വസുദേവന്റെ പിതാവായ ശൂരസേനന്റെ രാജ്യവും അദ്ദേഹം കൈവശപ്പെടുത്തി. അത്തരത്തിലുള്ള എല്ലാ സ്ഥലങ്ങളുടെയും രാജാവായി അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു.